നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ദിവസങ്ങളായി അടച്ചുപൂട്ടിയ സംഭവം. കേരളത്തിലാണ് ഈ രാജ്യത്തെ ഒന്നാം നമ്പർ ആരോഗ്യ മേഖല എന്നിവിടുത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പിന്തുണക്കുന്നത്. പക്ഷേ ഇവിടെ പാവപ്പെട്ടവനെ ചികിത്സ നിഷേധിക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടച്ചുപൂട്ടിയ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിപ്പിക്കാത്തത് ആശുപത്രിയിലേക്ക് ശുദ്ധജലം നൽകുന്ന ടാങ്കുകളിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയതിനെ തുടർന്നെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ജൂൺ മാസത്തിൽ വെള്ളത്തിന്റെ പരിശോധന റിപ്പോർട്ട് വന്നതോടെയാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചുപൂട്ടിയെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. തിയേറ്റർ പൂട്ടുന്നതിന് മുമ്പ് ഇതേ ടാങ്കിലെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആശുപത്രിയിലെ കിണറ്റിലെ വെള്ളവും വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലവുമാണ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത്. 20ഓളം ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചുവെന്നാണ് പറയുന്നത്. നിരവധി രോഗികളെ തിയേറ്ററിൽ എത്തിച്ചതിന് ശേഷമാണ് മടക്കി അയച്ചത്. പുതിയ പരിശോധന റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഓപ്പറേഷൻ തിയേറ്റർ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂവെന്ന് സൂപ്രണ്ട് അറിയിച്ചു. എന്നാൽ ശനിയാഴ്ച മുതൽ തിയേറ്റർ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും അറിയിച്ചിട്ടുമുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിന് മുകളിൽ 5ഓളം ടാങ്കുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശുചിയാക്കിയിട്ടുമുണ്ട്. എന്നാൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ പറയുന്നത് വെള്ളം പരിശോധന നടത്തിയ ശേഷമാണ് പൈപ്പിലൂടെ വെള്ളം കടത്തിവിടുന്നതെന്നും എന്നാൽ പൈപ്പ് ലൈനിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ അടങ്ങിയിട്ടില്ല എന്നും അവരുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ജനറൽ ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഇപ്പം സാമ്പിൾ എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ എല്ലാ കൊടുക്കുന്ന വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് തന്നെ. അപ്പം അന്ന് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ വ്യക്തമായ ക്ലോറിൻ കണ്ടന്റും ഒക്കെ ഉള്ളത് തന്നെയാണ്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പരിശോധനയിൽ ആശുപത്രി അധികൃതർ ആശുപത്രിയുടെ മുന്നിലായി ഒരു വാട്ടർ ടാങ്ക് പണിഞ്ഞിട്ടുണ്ട്. ഈ ടാങ്കിൽ വെള്ളം ശേഖരിച്ച ശേഷം അവിടെ നിന്ന് പമ്പ് ചെയ്താണ് ആശുപത്രിയിലേക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അന്വേഷണത്തിൽ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്ക് ആശുപത്രിയുടെ മുൻഭാഗവും ഒരേ അളവിലാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ മഴ സമയത്ത് ആശുപത്രിയുടെ മുന്നിൽ കെട്ടിനിൽക്കുന്ന മഴവെള്ളം ഈ വാട്ടർ ടാങ്കിനുള്ളിൽ എത്തുന്ന രീതിയിലാണ് ടാങ്ക് നിലവിൽ പണിഞ്ഞിട്ടുള്ളത്. നെയ്യാറ്റിങ്കര പട്ടണത്തെ ആശങ്കയിലാക്കുന്ന രീതിയിലാണ് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ നിർത്തിക്കൊണ്ടുള്ള നിലപാടുകളുമായി ആശുപത്രി അധികൃതർ മുന്നോട്ട് വന്നത്. അവർ പറയുന്നത് കോളിഫോം ബാക്ടീരിയ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗികൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്നുള്ള വാദവുമായാണ് വന്നത്. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആശുപത്രി ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടത്. പക്ഷേ ഞങ്ങൾ പരിശോധിച്ച വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് വാട്ടർ അതോറിറ്റി നെയ്യാറ്റിങ്കര പട്ടണത്തിലേക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ കാളിപ്പാറയിൽ നിന്ന് വരുന്ന വെള്ളത്തെ അവർ വീണ്ടും ശുദ്ധീകരിച്ചാണ് നൽകുന്നതെന്നുള്ളതാണ്. ആ ശുദ്ധീകരിച്ച് നൽകുന്ന വെള്ളത്തിൽ ഒരുവിധ കോളിഫോം ബാക്ടീരിയയോ അനുബന്ധമായിട്ടുള്ള ഒരു ബാക്ടീരിയ അംശങ്ങളോ ഇല്ല എന്നുള്ള വാദത്തിൽ അവർ ഉറച്ചു നിൽക്കും. പക്ഷേ നമ്മൾ ആശുപത്രിക്കകത്ത് പരിശോധിച്ചപ്പോൾ നമുക്കറിയാം ഇത് ടാങ്കാണ്. ഈ ടാങ്ക് സൈഡുകൾ തുറന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ വെള്ളമാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ യഥാവധി അതിനെ പ്യൂരിഫൈ ചെയ്യേണ്ട സംവിധാനം അവിടെ ഉണ്ട്. ആ പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ് ഡയാലിസിസിലും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലും ഉപയോഗിക്കുന്നത്. ഇതിലെന്തൊക്കെയോ വീഴ്ചകൾ വരുത്തി ഈ ആശുപത്രിയെ നശിപ്പിക്കണമെന്നുള്ള ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. ഈ അടിയന്തരമായിട്ട് ഇതുപോലുള്ള ഓപ്പൺ എയറിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ ടാങ്കുകളെ മാറ്റി ജനങ്ങൾ കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു കാടത്ത നിയമം മാറ്റി മനുഷ്യരാണെന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ട് ഈ സർക്കാർ ജനങ്ങളോട് കേരളത്തിൽ കാണിക്കുന്ന അവഗണനയാണ് നെയ്യാറ്റിങ്കരയിൽ കാണിക്കുന്നത്. ഈ അവഗണനയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം. വാട്ടർ അതോറിറ്റി ജീവനക്കാർ ആശുപത്രി അധികൃതരോട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ആശുപത്രി പരിസരത്ത് മഴ സമയത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം യാതൊരു കാരണവശാലും ഈ ടാങ്കിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത രീതിയിൽ ടാങ്ക് നിർമ്മിക്കണമെന്നും ആശുപത്രി അധികൃതരോട് ജല അതോറിറ്റി അധികൃതർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ട സംഭവത്തിൽ BJPയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സമരവും നടന്നു. GTV ന്യൂസ്, നെയ്യാറ്റിങ്കര.